ഹലോ എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഏതൊക്കെ പോയിന്റിൽ ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ നാളെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏതൊക്കെ രീതിയിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. നമ്മൾ നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊന്നും ഇതിൽ ട്രേഡിംഗ് സെറ്റപ്പും അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ലൈവ് ചെയ്യാനുള്ളൊരു ഓഡിയൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെഡിൻ്റെ ആ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് മാർക്കറ്റ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു കൺസോൾട്ടേഷനാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കൺസോൾട്ടേഷനാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫ്രൈഡേ വൈകുന്നേരം ഫെഡിൻ്റെ സ്പീച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റേറ്റ് കട്ട് എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഔട്ട്കം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഒരു റാലി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പം S&P 500 നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും അവസാനത്തെ ദിവസം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഡോ ജോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ ലെവലിലാണ് ഡോ ജോൺസ് നിൽക്കുന്നത്. അതിന് മൊത്തത്തിൽ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ഫ്രൈഡേ ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിഫ്റ്റിയിലൊരു ബുള്ളിഷ്നെസ് നമുക്ക് നാളെ കാണാൻ വേണ്ടി കഴിയും. കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് ലെവൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നാളെ മിക്കവാറും ഗ്യാപ്പ് അപ്പ് ആയിരിക്കും. ഹൈ പ്രോബബിൾ ഏകദേശം ഒരു 51,100 മുകളിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസ്. അതായത് ഫ്രൈഡേയിലുള്ള ഹൈയുടെ മുകളിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫ്രൈഡേയിലെ ഹൈയിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈയിങ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒന്ന്, ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഫ്രൈഡേയിലുള്ള ഹൈയിൽ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബൈ ചെയ്യാം. അത് നല്ലൊരു എൻട്രി ആയിരിക്കും. പക്ഷെ അങ്ങനെ അത്രയും സേഫ് ആയിട്ടുള്ളൊരു എൻട്രി നമുക്ക് കിട്ടുമോ എന്നുള്ളത് ചാൻസ് കുറവാണ്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രൈഡേയുടെ ഹൈയുടെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് റീട്രേസ്മെൻറ്റിൽ നമുക്ക് എൻട്രി എടുക്കാം. അതായത് നല്ലൊരു റീട്രേസ്മെൻറ്റ് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ബ്രേക്ക് ഔട്ടിലോ അല്ലെങ്കിൽ അത് പ്രൈസ് ആക്ഷൻ, ആ ഒരു സമയത്തുള്ള പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ എൻട്രി ചെയ്യേണ്ടതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു എൻട്രി എന്ന് പറയുന്നത്. കാരണം ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് തന്നെ പോവാണ്, അപ്പ് സൈഡിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടൈം തന്നെ കിട്ടില്ല. ചിലപ്പോൾ വളരെ അഗ്രസീവായിട്ട് അപ്പ് സൈഡിലേക്ക് പോയിട്ട് റീട്രേസ്മെൻറ്റ് ഇത് കിട്ടാതെ ചിലപ്പോൾ റെസിസ്റ്റൻസിലെത്തും. അപ്പം ഈ രണ്ട് സാധ്യതയാണ് കൂടുതലുള്ളത്. ഇനി അതല്ല, ഇങ്ങനെ അല്ലാതെ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ബൈ ചെയ്തോ. എന്താണെങ്കിലും ഫ്രൈഡേയിലുള്ള ഹൈ ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഗ്യാപ്പ് ഡൗണിൽ എവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ബൈ സൈഡ് പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അത് ഏകദേശം ഹയർ പ്രോബബിലിറ്റിയാണ്. ഇനി അറിയില്ല, ഇനി എന്തെങ്കിലും ന്യൂസ് കാരണം ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് ആയിട്ട് പോയാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെ പ്രത്യേകിച്ച് അങ്ങനെ നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസോ കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല. നാളെ മോർണിംഗിൽ വന്നു കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. പക്ഷേ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. ഇപ്പം സ്റ്റിൽ ഇതുവരെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി എന്താണെങ്കിലും 51,300 അല്ലെങ്കിൽ 350 ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നാളെ നമ്മൾ ഈ ഒരു ലെവലിലേക്കുള്ള ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുക. പിന്നെ ഈ 350 എന്നുള്ളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ആയതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോയി ഏകദേശം 51,350 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഉണ്ടാവാനുള്ളൊരു സാധ്യത എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ഒരു ഡാറ്റ ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോ ജോൺസ് ആണെന്നുണ്ടെങ്കിൽ S&P 500 നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് ഓവറോൾ മെയിനായിട്ടുള്ള US മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ റെസിസ്റ്റൻസ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ S&P 500 നോക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് തന്നിട്ടായിരിക്കാം അടുത്ത മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റിയും അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ആണുള്ളത്. അപ്പോൾ ആ റെസിസ്റ്റൻസിനെ ഫേസ് ചെയ്തിട്ട് താഴോട്ട് വന്നിട്ടായിരിക്കാം മേ ബി അടുത്ത അപ്പ് ട്രെൻഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ റെസിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. താഴോട്ട് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി അതല്ല, ഈ റെസിസ്റ്റൻസിലേക്ക് എത്തിയിട്ട് അത് ബ്രേക്ക് ഔട്ട് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഒരു 51,400 അബവ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്താണെങ്കിലും നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത വീക്ക് കംപ്ലീറ്റ് ബുള്ളിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണ്, നാളെ തന്നെ ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ചിലപ്പം 51,600 വരെയൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 51,600 ഏകദേശം 1.3% ബാങ്ക് നിഫ്റ്റി അപ്പാവാനുള്ള സാധ്യതയൊക്കെ നാളെ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുക, ആ ഒരു സമയത്തുള്ള പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ 300 to 350 വരെയുള്ള ഒരു അപ്പ് ട്രെൻഡാണ്. അതിനുശേഷം ചിലപ്പോൾ നല്ല സെല്ലിങ് വന്നിട്ട് 51,000, അതായത് ഫ്രൈഡേയിലുള്ള ആ ഒരു റേഞ്ചിലേക്ക് തന്നെ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. ഇനി അതല്ല ബ്രേക്ക് ഔട്ട് ഈ പോയിന്റിൽ എന്താണെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക നിങ്ങൾ ലോങ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. എന്നിട്ട് അടുത്ത ബ്രേക്ക് ഔട്ട് ക്ലിയർ കൺഫർമേഷൻ വരാതെ ഇവിടുന്ന് എൻട്രി എടുക്കരുത്. ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ 51,400 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രം എൻട്രി ചെയ്യുക. അങ്ങനെ ഈ പറഞ്ഞ പോലെ 400 മുകളിലോട്ട് പോയിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 600 വരെ 200 പോയിൻറ്റ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം. അതാണ് ഒരു പോയിന്റ് ഉള്ളത്. പിന്നെ ഇനി ഈ റെസിസ്റ്റൻറ്റിൽ 300 to 350 ഈ ഒരു റെസിസ്റ്റൻറ്റ് ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ താഴോട്ട് വരാൻ ചാൻസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് നിങ്ങൾ നോക്കുക. നാളെ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫ്യൂച്ചേഴ്സ് നോക്കിയിട്ട് ഡോ ജോൺസിൽ നമുക്കൊരു അപ് ട്രെൻഡ് കാണുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതായത് ഡോ ജോൺസ് ഇപ്പം ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇത് ഇൻഡെക്സ് ആണ്, ഇത് ഫ്യൂച്ചേഴ്സ് ആണ്. ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുള്ളത് 41,268 അപ്പോൾ നാളെ വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പിലാണ്. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് തന്നെ പോകുന്നത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെയൊക്കെ ഈ ഡോ ജോൺസ് പോകുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി 51,600 വരെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കംപ്ലീറ്റ്ലി ഡോ ജോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അടുത്ത വീക്കിലേക്ക് നമുക്കിനി US-ൻ്റെ GDP ഡാറ്റ ഇവൻറ്റുകളൊക്കെ ഉണ്ട്. ഡാറ്റ ഔട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ GDP വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ഇവൻറ്റുകളുണ്ട്. പക്ഷെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രഡിക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതലോ വലിയ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ മാത്രമേ അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ കറൻ്റ്ലി അങ്ങനെ ഡയറക്റ്റ്ലി ആ ഒരു ഇവൻറ്റ് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. വലിയ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണ്ടന്റ് അറിയണം. പിന്നെ പ്രത്യേകിച്ച് ഇവൻറ്റുകളൊന്നും വരാനുള്ള ഓട്ടോ സെയിൽസ് വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അത് പക്ഷേ ഡയറക്റ്റ്ലി നമ്മളെ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യില്ല, നിഫ്റ്റിനൊന്നും എഫക്റ്റ് ചെയ്യില്ല. അത് ഓട്ടോ സെക്ടറിൽ മാത്രമേ എഫക്റ്റ് വരുള്ളൂ. അതും ഒരു ഫ്രൈഡേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. തേഴ്സ്ഡേ ഫ്രൈഡേ സമയത്തൊക്കെ ആയിരിക്കും ഓട്ടോ സെക്ടറിൽ എന്തെങ്കിലും ഒരു വൊളാറ്റിലിറ്റി സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അതും അങ്ങനെ നോട്ട് ചെയ്യേണ്ട അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. GDP ആണ് കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷെ അതിലും നമ്മൾ ഓൾറെഡി ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള, അതായത് അനലിസ്റ്റുകൾ ഓൾറെഡി ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനേക്കാളും വലിയ ഡിഫറൻസിലുള്ള നമ്പേഴ്സ് വരുമ്പോൾ മാത്രമേ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡോ ജോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു പ്രഡിക്ഷൻ നടത്തുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കംപ്ലീറ്റ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ബുള്ളിഷാണ്. പക്ഷേ എങ്കിലും ഈ ഗ്ലോബൽ മാർക്കറ്റിലൊരു റീട്രേസ്മെൻറ്റിനുള്ള സാധ്യത, അതായത് റെസിസ്റ്റൻസ് ലെവലിൽ എത്തിയത് കൊണ്ടുള്ള ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം. അതായത് ചെറിയൊരു റീട്രേസ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, അങ്ങനെ ഒരു കാരണം കൊണ്ട്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഈ പറഞ്ഞ ഓൾ ടൈം ഹൈ ലെവലിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ്. ഇതാണെങ്കിലും ബുള്ളിഷാണെന്നുള്ള രീതിയിൽ. അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് അങ്ങനെയാണ് ട്രേഡ് എടുക്കാൻ വേണ്ടി നാളെ പറ്റുന്നത്. ബുള്ളിഷാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് സൈഡിലേക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും ബൈ ചെയ്യാം. ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 350 ടാർഗറ്റ് ഇടുക. 350 ബ്രേക്ക് ചെയ്ത് 400 ഒക്കെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ 600 വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ട്രേഡിങ് പോകുന്നത്. അതാണ് ബാങ്ക് നിഫ്റ്റി. ഇനി നമ്മൾ നിഫ്റ്റി നോക്കുകയെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ തന്നെ ബുള്ളിഷ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നിഫ്റ്റിയിൽ നാളെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ചിലപ്പോൾ നാളെ ഒരു 0.40 ഒക്കെ ഗ്യാപ്പ് അപ്പ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പണിങ് വരുന്നത് ഏകദേശം 900 എബവ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ടാർഗറ്റ് ആക്ച്വലി ഇല്ല. നമുക്ക് മാക്സിമം ടാർഗറ്റ്, എൻ്റെ ഒരു മാക്സിമം ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്, 25,000 ആണ് നമ്മുടെ മാക്സിമം ടാർഗറ്റ്. 24,998, അതായത് 25,000 ആണ് എൻ്റെ മാക്സിമം ടാർഗറ്റ് വരുന്നത്. അപ്പം ബിഗ് ഗ്യാപ്പ് അപ്പ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സാധ്യതയുള്ളത്, അതായത് ഇപ്പം 24,831 ക്ലോസിങ് നടന്നിട്ടുള്ളത്.
ഗ്യാപ്പ് അപ്പ് ഒരു 40.40 ഒക്കെ ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 24,930 ഗ്യാപ്പ് അപ്പ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡ് നടന്ന് 24,950 റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വരാനാണ് സാധ്യതയുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ഡോ ജോൺസും അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓപ്പണിംഗ് ലെവൽ കട്ട് ചെയ്തിട്ട് താഴോട്ട് വരും, എന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടാവുക. അപ്പം ഇങ്ങനൊരു മൂവ്മെൻറ്റുള്ള പോസിബിലിറ്റിയാണ് ഒന്ന്, ഇതാണ് ഒരു സാധ്യത ഉള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിൽ നമ്മുടെ ഫ്രൈഡേയിലെ റെസിസ്റ്റൻസിൻ്റെ തൊട്ട് മുകളിലൊക്കെയാണ് ഓപ്പണിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് 950 വരെ സിമ്പിളായിട്ട് നമുക്ക് ടാർഗറ്റ് ഇടാം. അപ്പ് ട്രെൻഡിലേക്ക് പോവും. ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിലും അപ്പ് ട്രെൻഡിലേക്ക് പോവും. ഈ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. എന്നാണെങ്കിലും 24,950 ടച്ച് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് നാളെ നിഫ്റ്റിയിൽ. അപ്പോൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് നടക്കുകയെന്നുണ്ടെങ്കിൽ 25,000 അടുത്ത ടാർഗറ്റ് വരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. ഒരുവിധം എല്ലാ ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റേഴ്സും അവിടെ ഓവർ ബോട്ട് ഏരിയ ആയിട്ട് കാണിക്കുന്ന ഒരു റേഞ്ചാണ്. ഇനി ഇൻ കേസ് അതും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊരു 25,030 വരെ മാക്സിമം എക്സ്പെക്റ്റ് ചെയ്യാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. പക്ഷേ അവിടുന്ന് നമ്മൾ ഷോർട്ട് ചെയ്യുന്നതും നല്ലതായിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിഫ്റ്റിയിൽ ബൈ ചെയ്യാനുള്ള എൻട്രീസ് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇനി ഒരു പോസിബിലിറ്റി ഉള്ളത് ഗ്ലോബൽ മാർക്കറ്റിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റെസിസ്റ്റൻസിൽ നമുക്ക് ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 24,950 to 960 ഈ റേഞ്ചിൽ ഷോർട്ട് ചെയ്യാം. പിന്നെ 25,000 ഷോർട്ട് ചെയ്യാം. 25,000 to 25,030 ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. ഇവിടെയൊക്കെയാണ് നമുക്ക് ഷോർട്ട് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് വരുന്നത്. പക്ഷേ ഷോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്ലോബൽ മാർക്കറ്റിൽ നെഗറ്റീവ്നെസ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം. പിന്നെ ഗ്യാപ് ഡൗൺ ഒക്കെ ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ ചാൻസ് കുറവാണ്. ഗ്യാപ് ഡൗൺ എന്താണെങ്കിലും വരാൻ ചാൻസ് ഇല്ല. അത്ര ഡിസ്കൗണ്ടഡ് പ്രൈസിലൊന്നും ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് ബൈ ചെയ്യാൻ വേണ്ടി നോക്കാം. സോ അതാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് കറൻ്റ്ലി ഉള്ള അപ്ഡേറ്റ്സ് എന്ന് പറയും. നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ബാക്കി നമ്മുടെ ടെലിഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്താണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ വരുന്നത്. ഓപ്ഷൻ ട്രേഡിംഗ് എന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ഡേയിലൊക്കെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. മൺഡേയിലും നാളെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും നോക്കാം. താങ്ക് യു.